നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാൻ ആംഡെ ബോസ് ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എസ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് സെറ്റാണ്. ഡൈനാമിക് സെറ്റായ എസ്സിന് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ആയതുകൊണ്ട് മോഡുലസ് എസ് ഇസ് ഈക്വൽ ടു n എന്ന് എഴുതാം, വിച്ച് മീൻസ് സൈസ് ഓഫ് ഡൈനാമിക് സെറ്റ് എസ് ഈസ് n. മറ്റൊരു സെറ്റാണ് സെറ്റ് യു. യു എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നെങ്കിലും യു എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സൈസ് ഉള്ള ഒരു സെറ്റാണ്. എന്ന് വെച്ചാൽ ഇതിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റുകളെ ഉള്ളൂ. യൂണിവേഴ്സൽ സെറ്റായ യുവിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ യു ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ സെറ്റ് യുവിൽ 0 മുതൽ u-1 വരെയുള്ള എലമെൻറ്റുകളായിരിക്കും ഉണ്ടാവുക. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എന്ന യൂണിവേഴ്സൽ സെറ്റിൻ്റെ സൈസ് 16 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം യു എന്ന സെറ്റിൽ 0 മുതൽ 15 വരെയുള്ള എലമെൻറ്റുകളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എസ്സും യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് യുവിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കണം ഡൈനാമിക് സെറ്റ് എസ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇതിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് യൂണിവേഴ്സൽ സെറ്റ് യുവിലെയും മെമ്പർ ആയിരിക്കും. എസ് എന്ന ഡൈനാമിക് സെറ്റിൽ ഏതെല്ലാം തരത്തിലെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? നമ്മളിവിടെ 3 ഓപ്പറേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ന്യൂ എലമെൻറ്റ് ഡൈനാമിക് സെറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ എസ്സിലുള്ള ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് എലമെൻറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് സക്സസർ ഓഫ് എൻ എലമെൻറ്റും കണ്ടുപിടിക്കാം. ഇനി എന്താണ് ഇൻസേർട്ട് എക്സ് എന്ന് പറഞ്ഞാൽ? ഇൻസേർട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ന്യൂ എലമെൻറ്റ് എക്സിനെ ഇൻസേർട്ട് ചെയ്യുക. ഈ എക്സ് ഏതിലെ എലമെൻ്റാണ്? യൂണിവേഴ്സൽ സെറ്റ് യുവിലെ മെമ്പറായ എക്സിനെ ഡൈനാമിക് സെറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ അർത്ഥം അറ്റ് പ്രസൻറ്റ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എസിൻ്റെ ഭാഗമല്ല, പക്ഷേ എക്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് യുവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് നിലവിലുള്ള ഒരു എലമെൻറ്റിനെ സെറ്റ് എസ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നാണ് ഇൻസേർട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഡിലീറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് എസ്സിലുള്ള ഒരു എലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി സക്സസർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് എന്ന് പറയുന്ന ഈ എലമെൻറ്റ് യൂണിവേഴ്സൽ സെറ്റിലെ ഭാഗമാണ്. സെറ്റ് എസ്സിൽ ഈ എലമെൻറ്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. എസ് എന്ന് പറയുന്ന സെറ്റിൽ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സ് എന്ന ഈ എലമെൻറ്റിൻ്റെ സക്സസറിനെ കണ്ടുപിടിക്കണം. പക്ഷെ സക്സസറിനെ ഏതിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എസ് എന്ന ഈ സെറ്റിൽ നിന്നാണ് സക്സസറിനെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സക്സസർ ഓഫ് 1 ആണ് എന്ന് കരുതുക. 1 എന്ന എലമെൻറ്റ് യൂണിവേഴ്സൽ സെറ്റ് യുയിലുമുണ്ട്, എസ്സിലുമുണ്ട്. എസ്സിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. യു എന്ന സെറ്റിൽ ഈ പറയുന്ന എലമെൻ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. യെസ്, 1 എന്ന് പറയുന്നത് സെറ്റ് യുവിലെ മെമ്പറാണ് എങ്കിൽ ഈ 1ൻ്റെ സക്സസറിനെ കണ്ടെത്തുക. എവിടെ നിന്ന്? സെറ്റ് എസ്സിലെ സക്സസറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് യുയിലെ മെമ്പർ ആണെങ്കിലും ഈ എലമെൻറ്റിൻ്റെ സക്സസറിനെ സെറ്റ് എസ്സിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, 1 എന്ന എലമെൻറ്റിന് ശേഷം സെറ്റ് എസ്സിൽ ഏത് എലമെൻ്റാണ് സക്സസറായിട്ട് അപ്പിയർ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. 1 എന്ന എലമെൻറ്റിന് ശേഷം സെറ്റ് എസ്സിലുള്ള ഒരേ ഒരു സക്സസർ 9 എന്ന നോഡ് മാത്രമാണ്. നമുക്ക് എഴുതാം ദ സക്സസർ ഓഫ് 1 ഈസ് 9. അടുത്തത് സക്സസർ ഓഫ് 2 ആരാ? നമ്മൾ നോക്കുമ്പോൾ 2 എന്ന് പറയുന്ന എലമെൻറ്റ് എസ്സിൻ്റെ ഭാഗമല്ല, പിന്നെയോ 2 ബിലോങ്സ് ടു ദ യൂണിവേഴ്സൽ സെറ്റ്. ശരി, യൂണിവേഴ്സൽ സെറ്റിലെ ഒരു മെമ്പറായ 2വിൻ്റെ സക്സസർ ആര്? അപ്പോൾ 2 എന്ന എലമെൻറ്റിന് ശേഷം വരാവുന്ന ഏത് എലമെൻ്റാണ് സെറ്റ് എസ്സിലുള്ളത്? 2വിന് ശേഷം വരാവുന്ന ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ, വിച്ച് ഇസ് 9. അപ്പം ഞാൻ എഴുതുന്നു സക്സസർ ഓഫ് 2 ഈസ് ഓൾസോ 9. ഇനി നമുക്ക് ബിറ്റ് വെക്റ്റർ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ സെറ്റ് യു ആണ്. യുവിൽ 16 ആണ് സൈസ്, അതുകൊണ്ട് 0 to 15 ആണ് യു എന്ന സെറ്റിലെ എലമെൻറ്റുകൾ. സെറ്റ് എസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. യുവും എസ്സും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബിറ്റ് വെക്റ്റർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്.
ബിറ്റ് വെക്ടറിനെയും ഞാൻ യു കൊണ്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബിറ്റ് വെക്ടറിൽ ഒന്നുകിൽ 0 സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 1 സ്റ്റോർ ചെയ്യാം. എപ്പോഴാണ് 0 സ്റ്റോർ ചെയ്യുന്നത്, എപ്പോഴാണ് 1 സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓരോ പൊസിഷൻസ് എടുക്കുക. ആ പൊസിഷനുകൾ സെറ്റ് എസിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 1 ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ 0 ഇടുക. സോ ലെറ്റ് us ചെക്ക്. നോക്കിക്കേ, എസിൽ 1ഉം 9ഉം 10ഉം 15ഉം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 1 എന്ന പൊസിഷനിലും 9 എന്ന പൊസിഷനിലും 10 എന്ന പൊസിഷനിലും 15 എന്ന പൊസിഷനിലും മാത്രം 1 സ്റ്റോർ ചെയ്യുന്നു. ബാക്കി എല്ലാ പൊസിഷൻസിനും നമ്മൾ 0 സ്റ്റോർ ചെയ്യും. സോ ബിറ്റ് വെക്റ്റർ സ്റ്റോഴ്സ് 1 ഓൺലി ഇഫ് ദ എലമെൻറ്റ് ഈസ് എ മെമ്പർ ഓഫ് സെറ്റ് എക്സ്, അതർവൈസ് ഇറ്റ് സ്റ്റോഴ്സ് എ വാല്യൂ 0. ക്ലിയർ ആയോ? ശരി, ഇത്തരത്തിലെ ഒരു ബിറ്റ് വെക്ടറിൽ നമുക്ക് എങ്ങനെ ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് സക്സസർ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാം? നോക്കുക, സെറ്റ് എസിലാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇൻസേർട്ട് 3, അതായത് യുവിൻ്റെ ഭാഗമായ 3യെ സെറ്റ് എസിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, യുവിൻ്റെ ഭാഗമാണ് 3, പക്ഷേ എസിൻ്റെ ഭാഗമല്ല. ആ പുതിയ എലമെൻറ്റിനെ എസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്താൽ മതി? ബിറ്റ് വെക്ടറിൽ നേരിട്ട് പോവുക. ബിറ്റ് വെക്ടറിൻ്റെ 3ാമത്തെ പൊസിഷനിൽ പോയി അവിടെ ഒരു 1 അങ്ങ് സ്റ്റോർ ചെയ്താൽ മതി. അതായത് ഈ പൊസിഷനിൽ നിങ്ങൾ 0യ്ക്ക് പകരം ഒരു 1 സ്റ്റോർ ചെയ്താൽ അതിൻ്റെ അർത്ഥം സെറ്റ് എസിൽ ഇനി മുതൽ 3യും ഒരു മെമ്പറാണ്. ഓക്കെ, ഡിലീറ്റ് 9 എന്ന എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ അതും വളരെ സിമ്പിളാണ്. നേരെ ബിറ്റ് വെക്ടറിൽ പോവുക, ബിറ്റ് വെക്ടറിൻ്റെ 9ാമത്തെ പൊസിഷനിൽ പോവുക. ഇതുവരെ 9 എന്ന് പറയുന്ന സെറ്റ് എസിൻ്റെ ഭാഗമായിരുന്നു, പക്ഷേ ഇനി മുതൽ അങ്ങനൊരു എലമെൻ്റ് അവിടെ വേണ്ട. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ 9th പൊസിഷനിൽ പോയി അവിടെ ഒരു 0 സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ പോയി അവിടെ 0 സ്റ്റോർ ചെയ്യുക. ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ പോയി ഒരു 1 സ്റ്റോർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇൻസേർഷൻ ഡിലീഷൻ വളരെ സിമ്പിളായി നടക്കുന്നത് കൊണ്ട് അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ബിഗ് O ഓഫ് 1. അടുത്ത ഓപ്പറേഷൻ എന്താണ്? നമുക്ക് സക്സസറിനെ കണ്ടുപിടിക്കണം, അല്ലേ? ഒരു എലമെൻറ്റിൻ്റെ സക്സസറിനെ കണ്ടുപിടിക്കാനായി വീണ്ടും ബിറ്റ് വെക്ടറിനെ സമീപിക്കുക. എനിക്ക് 1 എന്ന എലമെൻറ്റിൻ്റെ സക്സസറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നേരിട്ട് യു ഓഫ് 1ൽ പോവുക. അവിടെ മുതൽ തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് പൊസിഷനുകളെ ഓരോന്നോരോന്നായി ചെക്ക് ചെയ്യുക. എപ്പോൾ വരെ? ഒരു 1 കിട്ടുന്നിടം വരെ. അപ്പം സക്സസർ ഓഫ് 1 കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ യു ഓഫ് 1 മുതൽ യു ഓഫ് 9 വരെയുള്ള പൊസിഷൻസ് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്കൊരു 1 കിട്ടിയത്. അപ്പോൾ കുറേ സെർച്ചുകൾ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേണ്ടി വന്നു, വിച്ച് മീൻസ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഈസ് ലാർജ്. അതുകൊണ്ട് നമുക്ക് പറയാം കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഓഫ് സക്സസർ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ബിഗ് O ഓഫ് യു. ഓക്കെ, നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഈ ഡേറ്റാ സ്ട്രക്ചറിനെ വാൻ എംഡെ ബോസ് ട്രീ ഉപയോഗിച്ച് വരയ്ക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ബിറ്റ് വെക്ടറിനെ ഒരു ബൈനറി ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് 2 എലമെൻറ്റിനെ കമ്പൈൻ ചെയ്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് 2 എലമെൻറ്റുകളെ കമ്പൈൻ ചെയ്ത് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഈ 2 എലമെൻറ്റുകളെ വീതം കമ്പൈൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ലെവൽ ഓഫ് നോഡുകൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് ഈ ലെവലിൽ നിന്ന് തൊട്ട് മുകളിലത്തെ ലെവലിലെ നോഡുകൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? വീണ്ടും ഈ 2 നോഡുകളെ വീതം കമ്പൈൻ ചെയ്ത് നെക്സ്റ്റ് ഹയർ ലെവലിലെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഇവ രണ്ടും കമ്പൈൻ ചെയ്ത് ഈ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവ രണ്ടും കമ്പൈൻ ചെയ്ത് ഈ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ ലെവൽ വരെയുള്ള നോഡുകൾ ക്രിയേറ്റ് ചെയ്തു. ഫൈനലി വീണ്ടും ഈ ലെവലിൽ നിന്ന് നെക്സ്റ്റ് ഹയർ ലെവലിലേക്കുള്ള നോഡുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും 2 നോഡുകൾ വീതം കമ്പൈൻ ചെയ്ത് നെക്സ്റ്റ് ഹയർ ലെവലിലെ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഫുൾ ബൈനറി ട്രീ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഈ നോഡുകൾക്ക് വാല്യൂസ് വേണ്ടേ? എന്ത് വാല്യൂ നമ്മൾ കൊടുക്കും? നോക്കാം. റൂൾ പറയുന്നു, 2 ചൈൽഡ് നോഡുകളിൽ ഏതെങ്കിലും ഒരു നോഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആ നോഡിൻ്റെ വാല്യൂവും 1 ആയിരിക്കും. വിച്ച് മീൻസ് ഈ നോഡിന് നമുക്കൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഈ നോഡിൻ്റെ ചൈൽഡ് നോഡുകൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു 0യും ഇവിടെ ഒരു 1ഉം. ഏതെങ്കിലും ഒരു ചൈൽഡ് നോഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആ നോഡിൻ്റെ വാല്യൂവും 1 ആണ്. ഓക്കെ, ഈ നോഡിനെ സംബന്ധിച്ചിടത്തോളം
ഈ നോഡിൻ്റെ 2 ചൈൽഡ് നോഡുകളും സീറോസ് ആയതുകൊണ്ട് ആ നോഡിൻ്റെ വാല്യൂം എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ ഇവിടെയോ ഇത് രണ്ടും സീറോസ് ആയതുകൊണ്ട് ഈ നോഡിൻ്റെ വാല്യൂവും 0 ആണ്. അപ്പോൾ നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ 2 ചൈൽഡ് നോഡുകളുടെ വാല്യൂം 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 0. ഈ നോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നോഡ് 0യും ഒരു നോഡ് 1ഉം ആയതുകൊണ്ട് ഈ നോഡിൻ്റെ വാല്യൂവും 1 ആയി. ഇതിൻ്റെ വാല്യൂവും 1, ഇതിൻ്റെ വാല്യൂ 0. ദിസ് ഈസ് 1. ആ ലെവലിലെ നോഡുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഹയർ ലെവലിലേക്ക് പോകാം. ഈ 2 വാല്യൂസിൽ ഒരു വാല്യൂ 1 ആയതുകൊണ്ട് ഈ നോഡിൻ്റെ വാല്യൂ 1. ദിസ് ഈസ് 0. 2 നോഡുകളുടെയും വാല്യൂസ് 1 ആയാലും നമുക്ക് ഈ നോഡിൻ്റെ വാല്യൂ 1 എന്ന് എഴുതാൻ പറ്റുന്നതാണ്. ഈ നോഡിൻ്റെ വാല്യൂ 1 ആയി. ഇവിടെ നിന്ന് നെക്സ്റ്റ് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഈ നോഡിൻ്റെ വാല്യൂ 1, ബിക്കോസ് ഈ 2 ചൈൽഡ് നോഡുകളിൽ ഒന്നിൻ്റെ വാല്യൂ 1 ആണ്. ഇവിടെ നോക്കുമ്പോൾ രണ്ടിൻ്റെയും വാല്യൂ 1 ആണ്. സോ ദിസ് നോഡ് ഓൾസോ ബിക്കംസ് 1. ഫൈനലി ഈ നോഡിൻ്റെ വാല്യൂ 1 ആയി. അങ്ങനെ ആ ട്രീയിലെ എല്ലാ നോഡുകൾക്കും നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞു. സോ ദ ബൈനറി ട്രീ ഈസ് നൗ റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. സപ്പോസ് ഞാൻ പറയുകയാണ് ഇൻസേർട്ട് 2. നമ്മുടെ സെറ്റ് എസ്സിൽ ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇല്ല. അപ്പോൾ 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ. യു ഓഫ് 2 എന്ന് പറയുന്ന ഈ പൊസിഷനിൽ പോവുക. അവിടെ നേരെ 0 എന്ന് മാറ്റി ഒരു 1 സ്റ്റോർ ചെയ്യുക. ഈ വാല്യൂ ഇവിടെ മാറിയാൽ കറസ്പോണ്ടിങ് ട്രീയിലും ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യണം. ഇവിടെ 1 വന്നാൽ സ്വാഭാവികമായും ഇവിടെ 1 വരും. ഓക്കെ, ഇനി ഇത് രണ്ടും 1 ആയതുകൊണ്ട് ഇവിടെ 1 വരണം. ഓക്കെ, വിച്ച് ഇസ് ഓൾറെഡി 1. പിന്നെ ഇതിൽ 1 ആയതുകൊണ്ട് ഇവിടെ 1 റിഫ്ലക്റ്റ് ചെയ്യണം. രണ്ടും 1 ആയതുകൊണ്ട് ഇവിടെ 1 റിഫ്ലക്റ്റ് ചെയ്യണം. ഓക്കെ, ട്രീ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു. ഇനിയും നമുക്ക് സെറ്റ് എസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് കരുതുക. സേ ഫോർ എക്സാമ്പിൾ ഞാൻ എലമെൻറ്റ് 1നെ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എലമെൻറ്റ് 1നെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ യു ഓഫ് 1ൽ പോവുക. അവിടെ 1ന് പകരം ഒരു 0 സ്റ്റോർ ചെയ്യുക. ഓക്കെ, ശരി. ഇനി ഇത് രണ്ടും 0 ആയ സ്ഥിതിക്ക് ഈ നോഡിൻ്റെ വാല്യൂ എന്താവും? 0 ആവും. ഇനി 2 ചൈൽഡ് നോഡുകളിൽ ഒന്നിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഇത് 1 ആണ്. ഓക്കെ, രണ്ടിലും ഒരു വാല്യൂ 1 ആയതുകൊണ്ട് ഇത് 1 ആണ്. ഓക്കെ, 2 വാല്യൂസും 1 ആയതുകൊണ്ട് ഇതും 1 ആണ്. ഓക്കെ, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ വളരെ സിമ്പിളായി നടക്കുന്നതുകൊണ്ട് കോംപ്ലക്സിറ്റി ബിഗ് O ഓഫ് 1 ആണ്. അതായത് കോൺസ്റ്റൻറ്റ് ടൈം ആണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ സക്സസർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി ബിഗ് O ഓഫ് U ആണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റാ സ്ട്രക്ചറുമായി പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എക്സിസ്റ്റിംഗ് ഡേറ്റാ സ്ട്രക്ചറിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്താനായി നമ്മൾ തീരുമാനിക്കുന്നു. നമുക്ക് ബിറ്റ് വെക്റ്റർ യു ഒന്ന് കൺസിഡർ ചെയ്യാം. ബിറ്റ് വെക്റ്റർ യുവിൽ അറ്റ് പ്രസൻറ്റ് യു എലമെൻറ്റുകളാണ് ഉള്ളത്. യു എലമെൻറ്റുകളുള്ള ഈ ഒരു സിംഗിൾ അറേയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എത്ര ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? റൂട്ട് യു അറേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോ അറേയിലും റൂട്ട് യു എലമെൻറ്റുകൾ വീതം. അപ്പം നമ്മുടെ എക്സാമ്പിളിൽ യു എന്ന് പറയുന്നത് 16 ആയതുകൊണ്ട് റൂട്ട് യുവിൻ്റെ വാല്യൂ നമുക്ക് 4 ആയിട്ട് എഴുതാം. അങ്ങനെയെങ്കിൽ ഈ ഒരു 16 എലമെൻറ്റ് ഉള്ള അറേ ഞാൻ 4 എലമെൻറ്റുകൾ വീതമുള്ള 4 അറേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. വൈ? ബിക്കോസ് ആസ് പെർ റൂൾ യു എലമെൻറ്റുകളുള്ള ഒരു അറേയെ നമ്മൾ റൂട്ട് യു എലമെൻറ്റുകൾ വീതമുള്ള റൂട്ട് യു അറേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 16 എലമെൻറ്റ്സ് ഉള്ള യു എന്ന ഈ ഒരു സിംഗിൾ അറേ 4 എലമെൻറ്റുകൾ വീതമുള്ള 4 അറേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നോക്കിക്കേ, ബിറ്റ് വെക്റ്റർ യുവിനെ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് 0th ബ്ലോക്ക്, ഇത് ഫസ്റ്റ് ബ്ലോക്ക്, ഇത് സെക്കൻഡ് ബ്ലോക്ക് ആൻഡ് ഇത് തേർഡ് ബ്ലോക്ക്. അങ്ങനെ മൊത്തം 4 ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഈ ബിറ്റ് വെക്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് സെപ്പറേറ്റ് ചെയ്തൊന്ന് എഴുതാം. ഓരോ ബ്ലോക്കുകളെ ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ബ്ലോക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വിഡ്ജറ്റ് എന്നും വിളിക്കാം. അപ്പോൾ വിഡ്ജറ്റ് എന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാനിവിടെ W എന്ന ലെറ്റർ ഉപയോഗിച്ച് ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിഡ്ജറ്റ് എന്നോ ബ്ലോക്ക് എന്നോ വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വിഡ്ജറ്റ്, ഇത് സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക് ആൻഡ് ഫോർത്ത് ബ്ലോക്ക്.
ഇനിയും ഈ സബ് അറേസിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ നോക്കിക്കേ, മൊത്തം 4 ബ്ലോക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഓരോ ബ്ലോക്കിലും 4 എലമെൻറ്റുകൾ വീതം. അപ്പോൾ ആ 4 ബ്ലോക്കുകളെ ഞാൻ 4 റോ ആയിട്ട് എഴുതി. ഓരോ റോയിലും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിലുമുള്ള 4 എലമെൻറ്റുകളെ ഞാൻ കോളംസ് ആയിട്ട് എഴുതി. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഈ 4 അറേസിനെയും നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ അറേ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഈ 2 ഡയമെൻഷണൽ അറേയിൽ മൊത്തം 4 റോയും 4 കോളംസുമാണുള്ളത്. സോ വി ആർ ക്രിയേറ്റിംഗ് എ 2 ഡയമെൻഷണൽ അറേ വിത്ത് റൂട്ട് യു റോസ് ആൻഡ് റൂട്ട് യു കോളം. നമുക്ക് ആദ്യം ഒരു ഇൻസേർട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഒരു പുതിയ എലമെൻറ്റിനെ സെറ്റ് എസ്സിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യും? ഓക്കെ, സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂ എലമെൻറ്റിനെ സെറ്റ് എസ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. സപ്പോസ് എനിക്ക് പെർഫോം ചെയ്യേണ്ടത് ഇൻസേർട്ട് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെയാണ് ഡൈനാമിക് സെറ്റായ എസ്സിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എക്സിനെ അതിൻ്റെ ബൈനറി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ എടുക്കാം. ഇൻസേർട്ട് 9 ബൈനറി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ റൂട്ട് യു ബിറ്റുകൾ അതിലുണ്ടായിരിക്കണം. നമ്മുടെ എക്സാമ്പിളിൽ യുവിൻ്റെ വാല്യൂ 16 ആണ്. സോ റൂട്ട് യുവിൻ്റെ വാല്യൂ 4 ആണ്. വിച്ച് മീൻസ് 9ൻ്റെ ബൈനറിയെ 4 ബിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനനുസരിച്ച് 9ൻ്റെ ബൈനറിയെ 4 ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നൗ ബിറ്റായി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റുകളെ നമ്മൾ 2 ഈക്വൽ ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ശരി, നമ്മൾ 9ൻ്റെ ബൈനറിയെ 4 ബിറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. മൊത്തം 4 ബിറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 2 ഈക്വൽ ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ലെഫ്റ്റ് ഹാഫിൽ 2 ബിറ്റും റൈറ്റ് ഹാഫിൽ 2 ബിറ്റും നമുക്ക് കിട്ടി. ശരി, ഫസ്റ്റ് ഹാഫിലുള്ള ബിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഓഫ് എക്സ്. റൈറ്റ് ഹാഫിലെ ബിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൽ ഓഫ് എക്സ് അല്ലെങ്കിൽ ലോ ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഹൈ ഓഫ് എക്സും ലോ ഓഫ് എക്സും ആയിട്ട് നമ്മൾ ആ ബിറ്റ് വാല്യൂസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഹൈ ഓഫ് എക്സിനെ കറസ്പോണ്ടിങ് ഡെസിമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ലോ ഓഫ് എക്സിനെയും കറസ്പോണ്ടിങ് ഡെസിമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഹൈ ഓഫ് എക്സ് 10 ആയിരുന്നു, വിച്ച് മീൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ അത് 2 ആണ്. ഇനിയും ലോ ഓഫ് എക്സ് 01 ആണ്. 01ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ 1 ആണ്. അപ്പോൾ ഹൈ ഓഫ് എക്സിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ 2ഉം ലോ ഓഫ് എക്സിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ 1ഉം ആണെന്ന് മനസ്സിലായി. സോ ദ എലമെൻറ്റ് എക്സ് വിൽ ബി അറ്റ് പൊസിഷൻ W ഓഫ് എച്ച് ഓഫ് എക്സ് എൽ ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെയും എൽ ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് W ഓഫ് 2 1 വിച്ച് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റോ 2വിലെ കോളം 1ലായിരിക്കും പുതിയ എലമെൻറ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഏത് എലമെൻറ്റ് തന്നാലും ഐദർ ഫോർ ഇൻസേർഷൻ ഓർ ഡിലീഷൻ നിങ്ങൾ ആദ്യം ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടെത്തുക. പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആദ്യം അതിനെ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ റൂട്ട് യു ബിറ്റുകൾ വെച്ചിട്ടായിരിക്കണം അതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പിന്നീട് അതിനെ 2 ഈക്വൽ ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പർ ഹാഫിനെ നമ്മൾ എച്ച് ഓഫ് എക്സിനും ലോവർ ഹാഫിനെ നമ്മൾ എൽ ഓഫ് എക്സ് എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫൈനലി എച്ച് ഓഫ് എക്സിനും എൽ ഓഫ് എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂസ് നമ്മൾ എഴുതുക. പിന്നീട് W ഓഫ് എച്ച് ഓഫ് എക്സ് എൽ ഓഫ് എക്സ് എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും ആ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്നായിരിക്കും എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടത്. സോ ദിസ് ഈസ് ദ ടെക്നിക് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് എൻ എലമെൻറ്റ്. So whenever you wish to insert a new element, just find the position and insert a 1 at that position. Similarly, if you wish to delete an element, then using the same procedure you can find the position of the element, and after finding the position of the element just insert a 0. ഇനി ഒരു എലമെൻറ്റിൻ്റെ സക്സസറിനെ കണ്ടുപിടിക്കാനാണെങ്കിലോ അതും ഇതേപോലെ തന്നെ ഏത് എലമെൻറ്റിൻ്റെ സക്സസറിനെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു 2 ഈസ് അറ്റ് പൊസിഷൻ W ഓഫ് 0 2. 0 എന്ന് പറയുന്ന റോയുടെ 2 എന്ന് പറയുന്ന കോളത്തിലാണ് 2 എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ പൊസിഷൻ. നേരെ പോകുന്നു, 2 എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. 2 എന്ന് പറയുന്ന ഈ പൊസിഷൻ മുതൽ സെർച്ചിങ് തുടങ്ങുക. എങ്ങനെ? ആദ്യം ഈ കറണ്ട് പൊസിഷൻ മുതൽ ഫസ്റ്റ് സബ് അറേ ഫുൾ സെർച്ച് ചെയ്യുക. ആ സബ് അറേയിൽ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു 1 ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 2ൻ്റെ കറണ്ട് പൊസിഷൻ മുതൽ
പിന്നീട് മുൻപോട്ടുള്ള ഓരോ ലൊക്കേഷൻസിലും നമ്മൾ 1ന് വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സബ് അറേ ഫുൾ സെർച്ച് ചെയ്തപ്പോഴും എനിക്കൊരു 1 കിട്ടിയില്ല എങ്കിൽ മാത്രം നെക്സ്റ്റ് സബ് അറേയിലേക്ക് പോവുക. അങ്ങനെ വീണ്ടും തൊട്ടടുത്ത സബ് അറേയിലെ ഓരോ എലമെൻറ്റുകളെ വീതം ഞാൻ സെർച്ച് ചെയ്യുന്നു. ഇത്തവണയും എനിക്ക് 1s ഒന്നും തന്നെ കിട്ടിയില്ല. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സബ് അറേ. ആ സബ് അറേയിലൂടെ ഞാനിങ്ങനെ പ്രൊസീഡ് ചെയ്തപ്പോൾ ലൊക്കേഷൻ 1ൽ എനിക്ക് ഒരു 1 കിട്ടുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ എലമെൻറ്റ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്താണ്? മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് 9നെ സൂചിപ്പിക്കുന്നതാണ്. സോ വിത്ത് നോ ഡൗട്ട്സ് വി ക്യാൻ സേ ദ സക്സസർ ഓഫ് 2 ഈസ് 9. ഇനി ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എത്ര? നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ തവണയും ഞാൻ റൂട്ട് യു എ പൊസിഷൻസ് ആണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അറേയിൽ റൂട്ട് യു പൊസിഷൻസ് സെർച്ച് ചെയ്യും. കിട്ടിയില്ല എങ്കിൽ നെക്സ്റ്റ് അറേയിൽ റൂട്ട് യു പൊസിഷൻസ് സെർച്ച് ചെയ്യും. അവിടെയും കിട്ടിയില്ല എങ്കിൽ തൊട്ടടുത്ത അറേയിൽ റൂട്ട് യു പൊസിഷൻസ് സെർച്ച് ചെയ്യും. ഓരോ തവണയും റൂട്ട് യു എലമെൻറ്റുകൾ വീതം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അൺടിൽ ഐ ഗെറ്റ് എ 1. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സിറ്റിയെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഐ ക്യാൻ സേ ദ ടോട്ടൽ കോംപ്ലക്സിറ്റി ഓഫ് ഫൈൻഡിങ് ദ സക്സസർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് ബിഗ് O ഓഫ് റൂട്ട് യു ബിക്കോസ് ഈച്ച് ടൈം ഐ നീഡ് ടു സെർച്ച് റൂട്ട് യു പൊസിഷൻസ് ഇൻ ദ സബ് അറേ ടു ഫൈൻഡ് 1 in it. ഓക്കെ. പക്ഷെ നമ്മൾ ഇൻസേർഷൻ്റെയും ഡിലീഷൻ്റെയും കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഡയറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കുന്നു. ഒന്നുകിൽ ആ പൊസിഷനിലേക്ക് 1 ആഡ് ചെയ്ത് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ 0 ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാം. രണ്ടിലേത് ചെയ്താലും അവിടെ കോൺസ്റ്റൻ്റ് ടൈം മാത്രമാണ് കമ്പ്യൂട്ടേഷന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ബട്ട് സക്സസർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായി നമുക്ക് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ബിഗ് O ഓഫ് യു ആണ് എന്നാണ് കിട്ടിയത്. സോ വിച്ച് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഈ ഒരു ഡേറ്റാ സ്ട്രക്ചറും നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി റിഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഡേറ്റാ സ്ട്രക്ചറിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുന്നു, അതിനെ ഒന്ന് ഓഗ്മെൻറ്റ് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതായത് ഓരോ സബ് അറേക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സോ ഓൾ ടുഗെദർ ഇവിടെ 4 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഓരോ ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ നോൺ എം ടി ബിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യും. ഈ നോൺ എം ടി ബിറ്റുകളിൽ നമ്മൾ ഒന്നുകിൽ ഒരു 1 സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ 0 സ്റ്റോർ ചെയ്യും. അപ്പോൾ എപ്പോഴാണ് 1 സ്റ്റോർ ചെയ്യേണ്ടത്, എപ്പോഴാണ് 0 സ്റ്റോർ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ക്വൈറ്റ് സിമ്പിൾ. ഒരു ബ്ലോക്കിലെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു 1 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ നോൺ എം ടി ബിറ്റ് വിൽ ബി 1. പക്ഷേ ഒരു ബ്ലോക്കിലെ ഒരു പൊസിഷനിൽ പോലും ഒരു 1 ഇല്ലെങ്കിൽ അതിൻ്റെ നോൺ എം ടി ബിറ്റ് 0 ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഡേറ്റാ സ്ട്രക്ചറിനെ വാൻ എം ഡേ ബോസ് ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താലോ? അങ്ങനെ ട്രീ ആയി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നോൺ എം ടി ബിറ്റുകളെ നമ്മൾ ഒരു നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എങ്ങനെ? ഇങ്ങനെ നോൺ എം ടി ബിറ്റ് പൊസിഷൻസിനെ നമ്മൾ ഒരു സിംഗിൾ നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ബിറ്റും ഏത് സബ് അറേ ആണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാത് സബ് അറേയിലേക്ക് നമ്മൾ ഓരോ ലിങ്ക് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനിയും എന്താ, ഫർദർ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. 16 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയാണ് നമ്മൾ 4 അറേയായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് അല്ലേ? അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടിയത്. ഈ സ്ട്രക്ചറിൽ വീണ്ടും നമുക്ക് ചെറിയ ചെറിയ 4 അറേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ടെക്നിക്ക് ഈ ഓരോ സബ് അറേസിലും നമ്മൾ അപ്ലൈ ചെയ്യുക. അടുത്തതായി നമുക്ക് ഈ ഒരു സബ് അറേ സെലക്ട് ചെയ്യാം. ഈ സബ് അറേ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ 4 എലമെൻറ്റുകളാണുള്ളത്. 4 എലമെൻ്റുള്ള ഈ അറേ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? വീണ്ടും റൂട്ട് യു എലമെൻറ്റുകൾ വീതമുള്ള റൂട്ട് യു അറേസ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ യുവിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ ഡെഫിനറ്റ്ലി റൂട്ട് യു 2 ആണ്. സോ 4 എലമെൻ്റുള്ള അറേയെ നമുക്ക് ഈ 2 എലമെൻറ്റുകൾ വീതമുള്ള 2 അറേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ക്വൈറ്റ് സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഇത് ഫസ്റ്റ് ബ്ലോക്കും ഇത് സെക്കൻഡ് ബ്ലോക്കും. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കും എഴുതി. ഓരോ ബ്ലോക്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതാത് ബ്ലോക്കിൻ്റെ നോൺ എം ടി വാല്യൂസും എഴുതി. വിച്ച് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ഈ ബ്ലോക്കിൽ എവിടെയെങ്കിലും 1 ഉണ്ടെങ്കിൽ ദിസ് ബിറ്റ് വിൽ ബി 1. ഈ ബ്ലോക്കിൽ എവിടെയെങ്കിലും 1 ഉണ്ടെങ്കിൽ ദിസ് ബിറ്റ് വിൽ ബി 1. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ബ്ലോക്കിൽ ഒരു 1s പോലും ഇല്ല. സോ ദ നോൺ എം ടി ബിറ്റ് വിൽ ബി സെറ്റ് ടു 0.
അങ്ങനെ എത്ര സബ് അറേ ഉണ്ടോ ഓരോ സബ് അറേസിനും ഇതേപോലെ നമ്മൾ ബ്ലോക്കുകളും നോൺ എം ടി ബിറ്റുകളുമാക്കി മാറ്റുക. മാറ്റിയ ശേഷം വീണ്ടും ഈ ഡിവിഷനിലെ നോൺ എം ടി ബിറ്റുകളെ പുതിയൊരു നോഡാക്കി ക്രിയേറ്റ് ചെയ്ത ശേഷം ഓരോ ബിറ്റുകൾ അതാത് സബ് അറേയിലേക്ക് പോയിന്റ് ചെയ്യുക. ഓക്കെ, സോ ഫൈനലി ഓരോ സബ് അറേസിനെ നമ്മൾ നോൺ എം ടി സെറ്റുകളായും നോൺ എം ടി സെറ്റുകളിൽ നിന്ന് കറസ്പോണ്ടിങ് ബിറ്റുകൾ അവയുടെ സബ് അറേസിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ട്രീയെ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഇതേപോലെ എത്ര ലാർജ് സൈസ്ഡ് അറേ ആണെങ്കിലും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഈ അറേയെ സ്പ്ലിറ്റ് ചെയ്യുക യൂസിങ് ദ സെയിം പ്രിൻസിപ്പിൾ ഓഫ് റൂട്ട് യു ആൻഡ് ദെൻ റെപ്രസെൻറ്റ് ദെം ആസ് എ നോഡ് യൂസിങ് ദ നോൺ എം ടി ബിറ്റ് വാല്യൂസ്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ എങ്ങനെ ഇൻസേർഷനും ഡിലീഷനും സക്സസർ ഫങ്ഷൻസും കണ്ടുപിടിക്കും നോക്കാം. ആദ്യം നമുക്കൊരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യാം. ഏത് എലമെൻറ്റിനെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ എലമെൻറ്റിൻ്റെ പൊസിഷനെ കണ്ടെത്തുക. W ഓഫ് H ഓഫ് X L ഓഫ് X യൂസ് ചെയ്ത് പൊസിഷൻ കണ്ടുപിടിക്കുന്നു. പൊസിഷൻ കണ്ടുപിടിച്ചാൽ ഇൻസേർട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ആ പൊസിഷനിൽ ഒരു 1 ഇടുക. ഇനി അതല്ല, എനിക്ക് എലമെൻറ്റിനെ ഡിലീറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിലും യൂസിങ് ദ സെയിം പ്രിൻസിപ്പിൾ ഓഫ് W ഓഫ് H ഓഫ് X L ഓഫ് X എലമെൻറ്റിൻ്റെ പൊസിഷനെ കണ്ടുപിടിക്കുന്നു. ആ പൊസിഷനിൽ പോയി ഒരു 0 ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ് ഈസ് ഡിലീറ്റഡ്. അപ്പോൾ ഇൻസേർഷനും ഡിലീഷനും ഇവിടെയും കോൺസ്റ്റൻ്റ് ടൈമേ എടുക്കുന്നുള്ളൂ. സോ ദ കോംപ്ലക്സിറ്റി ഈസ് ബിഗ് O ഓഫ് 1. എനിക്ക് സക്സസർ ഓഫ് 1 എന്ന എലമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതുക. അപ്പോൾ 1ൻ്റെ സക്സസർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 1ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. W ഓഫ് H ഓഫ് X L ഓഫ് X ഇക്വേഷൻ യൂസ് ചെയ്ത് 1 എന്ന എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് 1ൻ്റെ പൊസിഷൻ. ഇനി നമ്മൾ ഈ പൊസിഷൻ മുതൽ സെർച്ച് ചെയ്ത് തുടങ്ങണം. എങ്ങനെ? കറണ്ട് ബ്ലോക്കിലെ കറണ്ട് പൊസിഷൻ മുതൽ മുൻപോട്ടുള്ള എല്ലാ പൊസിഷൻസും സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബ്ലോക്കിൽ ഒരു 1 ഇല്ല. വിച്ച് മീൻസ് എനിക്ക് 1 എന്ന എലമെൻറ്റിൻ്റെ സക്സസർ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ അടുത്ത ബ്ലോക്കിലേക്ക് പോകണം. പക്ഷേ നേരിട്ടടുത്ത ബ്ലോക്കിൽ പോകേണ്ട കാര്യമില്ല. പിന്നെയോ നമ്മൾ നേരെ നോൺ എം ടി സെറ്റുകളെ സമീപിക്കുക. അപ്പം ഞാനിപ്പോൾ തൽക്കാലം നിൽക്കുന്നത് ഈ ഒരു ബ്ലോക്കിലായതുകൊണ്ട് ഇതാണല്ലോ എൻ്റെ നോൺ എം ടിയുടെ കറണ്ട് പൊസിഷൻ. അവിടെ നിന്ന് നോൺ എം ടി സെറ്റിലെ അടുത്ത സക്സസറിനെ നോക്കും. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത സക്സസറിനെ നോക്കിയപ്പോൾ അവിടെ ഉള്ളത് ഒരു 0 അതിൽ നിന്ന് എന്ത് മനസ്സിലായി? 0 ആണെങ്കിൽ ഈ ബിറ്റ് ഏത് ബ്ലോക്കിനെ സൂചിപ്പിക്കുന്നോ ആ ബ്ലോക്കിൽ ഒരു 1 പോലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 1 പോലും ഇല്ലാത്ത ബ്ലോക്കിനെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് രണ്ടാമത്തെ ബ്ലോക്കിൽ സെർച്ച് ചെയ്യാതെ നേരെ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് പോകാം. ഓക്കെ, അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബിറ്റ് വാല്യൂ 1 ആണ്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 1 ആണെങ്കിൽ ഡെഫിനിറ്റ്ലി ഈ ബിറ്റ് ഏത് ബ്ലോക്കിനെ പോയിന്റ് ചെയ്യുന്നുവോ ആ ബ്ലോക്കിൽ ഏതോ ഒരു പൊസിഷനിൽ 1 ഉണ്ട് എന്നർത്ഥം. എങ്കിൽ ആ ബ്ലോക്കിനെ നമുക്ക് സെർച്ച് ചെയ്ത് തുടങ്ങാം ഫ്രം ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അങ്ങനെ ആദ്യത്തെ പൊസിഷൻ മുതൽ ഈ ബ്ലോക്കിലെ ഓരോ വാല്യൂസ് വീതം നമ്മൾ സെർച്ച് ചെയ്ത് തുടങ്ങുന്നു. ഫസ്റ്റ് പൊസിഷൻ സെർച്ച് ചെയ്തു, കിട്ടിയില്ല. പക്ഷേ സെക്കൻഡ് പൊസിഷൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു 1 കിട്ടി. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് എലമെൻറ്റിൻ്റെ സക്സസറിനെയാണോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ആ എലമെൻറ്റിൻ്റെ പൊസിഷനെ കണ്ടുപിടിക്കുക. ആ പൊസിഷൻ ഏത് ബ്ലോക്കിലാണെന്ന് വെച്ചാൽ ആ ബ്ലോക്കിൻ്റെ എലമെൻറ്റിൻ്റെ കറണ്ട് പൊസിഷൻ മുതൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. കറണ്ട് ബ്ലോക്കിലെ ഓരോ പൊസിഷൻസും ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് സക്സസറിനെ കിട്ടിയില്ലെങ്കിൽ മാത്രം നോൺ എം ടി സെറ്റുകളെ സമീപിക്കുക. അവിടെ നിന്ന് ഓരോ ബ്ലോക്കിൻ്റെ ബിറ്റുകളെ ചെക്ക് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബ്ലോക്കിൽ എലമെൻറ്റുകളൊന്നും തന്നെയില്ല. ദർ ഇസ് നോ 1 ഇൻ ദാറ്റ് ബ്ലോക്ക്. അങ്ങനെയെങ്കിൽ അവിടെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നേരെ നമുക്ക് നെക്സ്റ്റ് നോൺ എം ടി ബ്ലോക്കിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നോൺ എം ടി ബ്ലോക്കിനെ കണ്ടുപിടിച്ച ശേഷം ആ ബ്ലോക്കിൽ മാത്രം സെർച്ച് തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോവുക.
എപ്പോഴാണോ 1 കിട്ടുന്നത് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു? മൊത്തം 4 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഫസ്റ്റ് ബ്ലോക്കിൽ സെർച്ച് സ്റ്റാർട്ട് ചെയ്തു, സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ സെർച്ച് ചെയ്തതേയില്ല, നേരെ തേർഡ് ബ്ലോക്കിലേക്ക് പോയി. എങ്കിലും ഒരു ബ്ലോക്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിലെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരുന്നു. സോ ഇഫ് ദർ ആർ റൂട്ട് യു എലമെൻറ്റ്സ് ഇൻ എ ബ്ലോക്ക്, വി നീഡ് ടു സെർച്ച് ഓൾ ദോസ് റൂട്ട് യു പൊസിഷൻസ് ഇൻ ദാറ്റ് ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡിഫിക്കേഷന് ശേഷവും സ്റ്റിൽ ദ കോംപ്ലക്സിറ്റി ഓഫ് ഫൈൻഡിങ് ദ സക്സസർ ഓഫ് എ എലമെൻറ്റ് ഈസ് ബിഗ് O ഓഫ് റൂട്ട് യു. ഇവിടെ നമ്മൾ 3 തവണയാണ് സക്സസർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ഫസ്റ്റ് സക്സസർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കറണ്ട് ബ്ലോക്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കറണ്ട് ബ്ലോക്കിൽ എലമെൻറ്റിൻ്റെ സക്സസറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ സക്സസർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. രണ്ടാമത്തെ സക്സസർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് നോൺ എംപ്റ്റി സെറ്റിലാണ്. എന്ന് പറഞ്ഞാൽ വി ആർ സെർച്ചിങ് ഫോർ ദ പ്രസൻസ് ഓഫ് 1. കറണ്ട് പൊസിഷൻ ഓഫ് നോൺ എംപ്റ്റി സെറ്റിൽ നിന്ന് നെക്സ്റ്റ് പൊസിഷനുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇഫ് ദർ ഈസ് എ 0 ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡസ് നോട്ട് ഹാവ് എനി 1. അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത പൊസിഷൻ സെർച്ച് ചെയ്യുന്നു. ദിസ് സെർച്ചിങ് പ്രൊസീജിയർ കണ്ടിന്യൂസ് അൺടിൽ വി ഫൈൻഡ് എ 1. 1 കിട്ടിയാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കറസ്പോണ്ടിങ് ബ്ലോക്ക് കണ്ടെയ്ൻസ് എ 1 ഇൻ ഇറ്റ്. അങ്ങനെ രണ്ടാമത്തെ സക്സസർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നോൺ എംപ്റ്റി സെറ്റിൽ ഒരു 1ൻ്റെ പ്രസൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ട്രൈസ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് നോൺ എംപ്റ്റി ബ്ലോക്ക്. നോൺ എംപ്റ്റി സെറ്റിൽ എപ്പോഴാണോ ഒരു 1നെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് സക്സസർ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് കിട്ടിയെന്ന് പറയാം. ഇനി തേർഡ് സക്സസർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഏത് പൊസിഷനിലാണോ നമുക്ക് 1 കിട്ടിയത് അതിൻ്റെ കറസ്പോണ്ടിങ് ബ്ലോക്കിൽ നിന്ന് വീണ്ടും പുതിയൊരു സെർച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇത്തവണ ആ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് പൊസിഷൻ മുതൽ നമുക്ക് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോൾ 1 കിട്ടുന്നു അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Finally, the third successor function is searching for the presence of 1 in the target block. 3 സക്സസർ ഫങ്ഷൻസ് കോൾ ചെയ്ത് സക്സസറിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് ടേക്സ് എ ഹ്യൂജ് ടൈം ടു ഫിനിഷ് ദ എക്സിക്യൂഷൻ ആൻഡ് ഫൈൻഡ് ദ സക്സസർ ഓഫ് എൻ എലമെൻറ്റ്. സെർച്ചിങ് കോംപ്ലക്സിറ്റി കൂടുതലാണ്. ഇറ്റ് ഈസ് ഓൾറെഡി എക്സ്പ്രസ്ഡ് ആസ് ബിഗ് O ഓഫ് റൂട്ട് യു. സോ വി നീഡ് എ ഫ്യൂ മോർ ഓഗ്മെൻറ്റേഷൻസ് ടു ദ കറണ്ട് ഡേറ്റ സ്ട്രക്ചർ. ഓഗ്മെൻറ്റഡ് ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ ഓരോ സബ് അറേയ്ക്കും 3 ബിറ്റുകളാണ് എക്സ്ട്രാ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൽ പ്രകാരം ഓരോ സബ് അറേയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോൺ എംപ്റ്റി ബിറ്റ് സ്റ്റോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ സബ് അറേയ്ക്കും ഒരു മിനിമം ബിറ്റും ഒരു മാക്സിമം ബിറ്റ് കൂടി നമ്മൾ സ്റ്റോർ ചെയ്യും. നോൺ എംപ്റ്റി ബിറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ സബ് അറേയിൽ വൺസ് ഉണ്ടോ ഇല്ലയോ എന്ന ഇൻഫർമേഷനാണ് നോൺ എംപ്റ്റി ബിറ്റുകൾ നമുക്ക് തരുന്നത്. സബ് അറേയിൽ ഫസ്റ്റ് 1 ഏത് പൊസിഷനിലാണ് അപ്പിയർ ചെയ്യുന്നത് എന്നാണ് മിനിമം ബിറ്റായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ സബ് അറേയിലെ ലാസ്റ്റ് 1 ഏത് പൊസിഷനാണ് ഒക്കർ ചെയ്യുന്നതെന്നാണ് നമ്മൾ മാക്സിമം ബിറ്റിൽ. ഈ സബ് അറേയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 1ഉം ലാസ്റ്റ് 1ഉം രണ്ടും അപ്പിയർ ചെയ്യുന്നത് ലൊക്കേഷൻ 1ലായതുകൊണ്ട് മിനിമത്തിൻ്റെ വാല്യൂവും 1 ആണ്, മാക്സിമത്തിൻ്റെ വാല്യൂവും 1 ആണ്. ഈ ഒരു സബ് അറേയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വൺസേ ഇല്ല. അതുകൊണ്ട് തന്നെ മിനിമം ബിറ്റും മാക്സിമം ബിറ്റും രണ്ടും നമ്മൾ -1ലേക്ക് സെറ്റ് ചെയ്യുന്നു. ഈ സബ് അറേയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 1 അപ്പിയർ ചെയ്യുന്നത് ലൊക്കേഷൻ 1ലും ലാസ്റ്റ് 1 അപ്പിയർ ചെയ്യുന്നത് ലൊക്കേഷൻ 2ലുമാണ്. അതുകൊണ്ട് മിനിമത്തിൻ്റെ വാല്യൂ 1 എന്നും മാക്സിമത്തിൻ്റെ വാല്യൂ 2 എന്നും സെറ്റ് ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തേതും അവസാനത്തേതുമായ 1 അപ്പിയർ ചെയ്യുന്ന ലൊക്കേഷൻ 3ലായതുകൊണ്ട് മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും വാല്യൂ നമ്മൾ 3 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. നമുക്ക് സപ്പോസ് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? സിമ്പിൾ. W ഓഫ് H ഓഫ് X L ഓഫ് X എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടെത്തുക. കണ്ടെത്തിയ പൊസിഷനിലേക്ക് ഡയറക്റ്റ്ലി ഒരു 1 ഇൻസേർട്ട് ചെയ്യുക. ഇനിയല്ല, നമുക്കൊരു എലമെൻറ്റിനെ ഡിലീറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടെത്തുന്നു. കറസ്പോണ്ടിങ് പൊസിഷനിൽ ഒരു 0 ഇൻസേർട്ട് ചെയ്യുന്നു. സോ ഇറ്റ്സ് വെരി ഈസി. ഇൻസേർഷനും ഡിലീഷനും കോൺസ്റ്റൻറ്റ് ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. ലെറ്റ് us മൂവ് ഓൺ ടു ദ സക്സസർ ഓപ്പറേഷൻ.
വണ്ണിൻ്റെ സക്സസറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം 1 എന്ന എലമെൻ്റ് ഏത് പൊസിഷനിലാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ W(h(x)L(x) എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് 1 എന്ന എലമെൻ്റ് ഏത് ബ്ലോക്കിലെ ഏത് ലൊക്കേഷനിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഈ ബ്ലോക്കിലെ ഈ പൊസിഷനിലാണ് 1 എന്ന എലമെൻ്റ് ഉള്ളത്. ഈ പൊസിഷൻ മുതൽ നമ്മൾ സെർച്ച് ബിഗിൻ ചെയ്യുന്നു. ഏത് പൊസിഷൻ മുതൽ സെർച്ച് ബിഗിൻ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. എവിടം വരെ സെർച്ച് ചെയ്യണം, അതിനാണ് നമ്മൾ മാക്സ് വാല്യൂ യൂസ് ചെയ്യുന്നത്. മാക്സ് എന്താണ് നമ്മളോട് പറയുന്നത്? ഈ ഒരു സബ് അറേയിലെ ലാസ്റ്റ് 1 ഏത് പൊസിഷനിലാണ് എന്നുള്ളതാണ് മാക്സ് നമ്മളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു പൊസിഷൻ വരെ നമ്മൾ സെർച്ച് ചെയ്താൽ പോരെ. അപ്പം മാക്സ് എന്ന ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ സബ് അറേയിലും ഏത് പൊസിഷൻ വരെ സെർച്ച് ചെയ്യണം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മിൻ ബിറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? മിൻ ബിറ്റ് യൂസ് ചെയ്യുന്നത് ഏത് പൊസിഷൻ മുതൽ സെർച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് മിൻ ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനിഷ്യലി, അതായത് ആദ്യത്തെ തവണ സക്സസർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി എലമെൻറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഈ പൊസിഷൻ മുതലായിരിക്കും നമ്മൾ നമ്മുടെ സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ മിനിമത്തിൻ്റെ വാല്യൂ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇവിടെ മുതൽ സെർച്ച് ചെയ്യണമെന്ന് മനസ്സിലായി. എവിടം വരെ സെർച്ച് ചെയ്യണം? മാക്സിൻ്റെ വാല്യൂ വരെ. നോക്കിയപ്പോൾ എന്താണ് മാക്സിൻ്റെ വാല്യൂ? 1. എലമെൻറ്റിൻ്റെ പൊസിഷനും മാക്സിൻ്റെ വാല്യൂവും സെയിം ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു ദിസ് ഈസ് ദ ലാസ്റ്റ് 1 ഇൻ ദിസ് സബ് അറേ. ഇതിന് ശേഷം 1s ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എപ്പോൾ മാത്രം മുൻപോട്ട് സെർച്ച് ചെയ്താൽ മതി? കറണ്ട് എലമെൻറ്റിൻ്റെ പൊസിഷനേക്കാളും ഗ്രേറ്റർ ആണ് മാക്സിൻ്റെ വാല്യൂ എങ്കിൽ മാത്രം മുൻപോട്ട് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ സെർച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത സബ് അറേയിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് സക്സസർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് കോൾ ചെയ്യുന്നത് നമ്മുടെ നോൺ എം ടി സെറ്റിലേക്കാണ്. നോൺ എം ടി സെറ്റിൽ നമ്മൾ സക്സസർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വി ആർ സെർച്ചിങ് ഫോർ ദ പ്രസൻസ് ഓഫ് 1. അതായത് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ആദ്യം സെർച്ച് ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും. അവിടെ 0 കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു കറസ്പോണ്ടിങ് ബ്ലോക്കിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്തായാലും ഒരു 1 ഇല്ല. സോ നമ്മൾ അവിടെ നിന്ന് നേരെ നോൺ എം ടി സെറ്റിലെ തൊട്ടടുത്ത ബിറ്റിലേക്ക് പോകുന്നു. അവിടെ നമ്മളൊരു 1 കണ്ടു. അതിൽ നിന്ന് മനസ്സിലായി ഇത് 1 ആണെങ്കിൽ ഉറപ്പായും ഈ ഒരു ബ്ലോക്കിൽ എവിടെയെങ്കിലും ഒരു 1 ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സക്സസർ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആകുന്നു. സോ ഫസ്റ്റ് സക്സസർ ഫംഗ്ഷൻ കറണ്ട് ബ്ലോക്കിൽ സെർച്ചിങ് ചെയ്യുമ്പോൾ സെക്കൻഡ് സക്സസർ ഫംഗ്ഷൻ നോൺ എം ടി ബ്ലോക്കിലാണ് സെർച്ച് ചെയ്യുന്നത്. നോൺ എം ടി ബ്ലോക്കിൽ നിന്നൊരു 1 കണ്ടെത്തിയാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അടുത്തതായി ഏത് സബ് അറേയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഈ സബ് അറേയാണ് ഇനിയും സെർച്ച് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സബ് അറേയുടെയും ഫസ്റ്റ് പൊസിഷൻ മുതൽ സെർച്ച് ചെയ്ത് തുടങ്ങുക എന്ന്. പക്ഷേ ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിനായി മിൻ ബിറ്റും മാക്സ് ബിറ്റുമാണ് ഉപയോഗിക്കുന്നത്. മിൻ നോക്കി മനസ്സിലാക്കുക എവിടം മുതൽ സെർച്ച് തുടങ്ങണമെന്നും മാക്സ് നോക്കി മനസ്സിലാക്കുക എവിടം വരെ സെർച്ച് ചെയ്യണമെന്നും. അപ്പോൾ ഈ ഒരു സബ് അറേയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മുതൽ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആദ്യത്തെ 1 ഒക്കർ ചെയ്യുന്നത് പൊസിഷൻ നമ്പർ 1-ലായതുകൊണ്ട് നേരെ പൊസിഷൻ 1-ലേക്ക് പോകുന്നു. അവിടം മുതൽ സെർച്ച് ചെയ്താൽ മതി. ശരി, അപ്പം നമ്മൾ ഡയറക്റ്റ് പൊസിഷൻ 1-ലേക്ക് പോയി അവിടെ സെർച്ച് ചെയ്യുന്നു. വി ഗോട്ട് എ 1. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എനിക്കൊരു സക്സസറിനെ കിട്ടിക്കഴിഞ്ഞു. ആൻഡ് സക്സസർ ഓഫ് 1 ഈസ് 9. ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ നടത്തിയപ്പോൾ എലമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മുതൽ അടുത്ത ഒരു 1 കിട്ടുന്നിടം വരെയുള്ള എല്ലാ സബ് അറേയുടെയും എല്ലാ പൊസിഷൻസും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കോംപ്ലക്സിറ്റി കൂടിയത്. കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോൺ എം ടി സെറ്റ് ഉപയോഗിച്ചപ്പോൾ എല്ലാ സബ് അറേസും സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. അതായത് ഒരു 1 പോലും ഇല്ലാത്ത ചില സബ് അറേസ് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു. എങ്കിലും അവിടെയും കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഉണ്ടായിരുന്നു. കാരണം സെർച്ച് ചെയ്യുന്ന ബ്ലോക്കിൽ
ബിഗിനിങ് മുതൽ എൻഡ് വരെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വന്നിരുന്നു. മിനിമം മാക്സിമം ബിറ്റുകൾ ഉപയോഗിച്ചപ്പോൾ നമ്മുടെ കോംപ്ലക്സിറ്റി നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്തു. കാരണം നമ്മൾ എലമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മുതൽ സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടം മുതൽ മാക്സ് വരെയുള്ള പൊസിഷനുകൾ നമ്മൾ നോക്കിയാൽ മതി. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സബ് അറേസ് നമ്മൾ എടുക്കുമ്പോഴും ആ സബ് അറേയിൽ എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം അതിനെ സെർച്ച് ചെയ്യുക. ഏതെങ്കിലും സബ് അറേയിൽ 1ൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ സബ് അറേയിൽ മിനിമം പൊസിഷൻ ഏതാണോ ആ പൊസിഷൻ മുതൽ സെർച്ച് തുടങ്ങിയാൽ മതി. മിനിമം പൊസിഷൻ ഓഫ് എ സബ് അറേയിൽ നിന്ന് നമ്മൾ സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. മാക്സിമം പൊസിഷൻ ഓഫ് എ സബ് അറേയിൽ നമ്മൾ സെർച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് കാരണം തന്നെ ഒരു സബ് അറേയിലെ എല്ലാ പൊസിഷൻസും നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുന്നില്ല, വിച്ച് reduces the computational complexity. ഈ പറഞ്ഞ മാക്സ്, മിൻ ആൻഡ് നോൺ എം ടി ബിറ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു വാൻ എം ഡേ ബോസ് ട്രീ വരയ്ക്കാം എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ യു ബിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഈ ബിറ്റ് വെക്റ്ററിൽ നമ്മൾ ഇതുവരെ സ്റ്റോർ ചെയ്തിരുന്നത് നോൺ എം ടി ബിറ്റ് എന്ന ഇൻഫർമേഷൻ മാത്രമായിരുന്നു. ബട്ട് ഇനി മുതൽ നമ്മൾ അതിനോടൊപ്പം മിനിമം ആൻഡ് മാക്സിമം ബിറ്റ് കൂടി സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ബിറ്റ് വെക്റ്റർ വരയ്ക്കുക. അതിനുശേഷം സമ്മറി എന്നും ക്ലസ്റ്റേഴ്സ് എന്നും 2 വാല്യൂസ് ഇവിടെ യൂസ് ചെയ്യുക. ഇനി സമ്മറി ഒരു പോയിൻ്ററാണ്. സമ്മറി എന്ന പോയിൻ്റർ ഈ ഒരു ബ്ലോക്കിലേക്കാണ് പോകുന്നത്. എന്താണ് ആ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഈ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് നോൺ എം ടി ബിറ്റും, ഒന്ന് മിനിമം ബിറ്റും, ഒന്ന് മാക്സിമം ബിറ്റും. അതായത് ഈ ഒരു യു വെക്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നോൺ എം ടി എന്ന് പറയുന്നത് ഈ ബിറ്റ് വെക്റ്ററിൽ എവിടെയെങ്കിലും 1 ഉണ്ടെങ്കിൽ ഈ നോൺ എം ടി ബിറ്റിൻ്റെ വാല്യൂവും 1 ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അപ്പം മിനിമം എന്താണ്? ഈ ബിറ്റ് വെക്റ്ററിൽ ഏത് പൊസിഷനിലാണ് ഫസ്റ്റ് 1 അപ്പിയർ ചെയ്യുന്നത്? ഈ പൊസിഷനിലാണ് ഫസ്റ്റ് 1 അപ്പിയർ ചെയ്യുന്നത്. അത് പൊസിഷൻ 6 ആണ്. അതേപോലെ തന്നെ ലാസ്റ്റ് 1 അപ്പിയർ ചെയ്യുന്നത് ഈ പൊസിഷനിലാണ്. അത് പൊസിഷൻ നമ്പർ 12 ആണ്. അതുകൊണ്ട് നമ്മൾ മിനിമത്തിൻ്റെ വാല്യൂ 6 ആയിട്ടും മാക്സിമത്തിൻ്റെ വാല്യൂ 12 ആയിട്ടും സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യൽ അറേയുടെ സമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് നോൺ എം ടി മിനിമം ആൻഡ് മാക്സിമം ബിറ്റ്സ്. അങ്ങനെ ഇനീഷ്യൽ അറേയുടെ സമ്മറി നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇനീഷ്യൽ അറേയുടെ ക്ലസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യണം. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ 4 പോയിൻ്റർ വാല്യൂസാണ്. എന്തിനാണ് 4 പോയിൻ്റർ വാല്യൂ? ഇത് നമ്മുടെ ഇനീഷ്യൽ ബിറ്റ് വെക്റ്റർ അല്ലേ? ഈ ഇനീഷ്യൽ ബിറ്റ് വെക്റ്ററിൻ്റെ സൈസ് 16 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ റൂട്ട് യു അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. റൂട്ട് യു എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 16 4 എലമെൻറ്റുകൾ വീതമുള്ള 4 അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സെക്ഷൻ, ദിസ് ഈസ് ദ സെക്കൻഡ് സെക്ഷൻ, ദിസ് ഈസ് ദ തേർഡ് സെക്ഷൻ ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് സെക്ഷൻ. അങ്ങനെ ഈ ഓരോ സെക്ഷനുകളെയാണ് ഇവിടെ 4 ക്ലസ്റ്റർ പോയിന്റുകളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്കിനെ പോയിൻ്റ് ചെയ്യാൻ ഫസ്റ്റ് ക്ലസ്റ്റർ പോയിൻ്റ്, സെക്കൻഡ് ബ്ലോക്കിനെ പോയിൻ്റ് ചെയ്യാൻ രണ്ടാമത്തെ ക്ലസ്റ്റർ പോയിൻ്റ്, മൂന്നാമത്തെ ബ്ലോക്കിനെ പോയിൻ്റ് ചെയ്യാൻ തേർഡ് ക്ലസ്റ്റർ പോയിൻ്റ്, നാലാമത്തെ ബ്ലോക്കിനെ പോയിൻ്റ് ചെയ്യാൻ ഫോർത്ത് ക്ലസ്റ്റർ പോയിൻ്റ്. അങ്ങനെ ഒറിജിനൽ ബിറ്റ് വെക്റ്ററിനെ എത്ര അറേസ് ആയിട്ടാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഓരോ സബ് അറേക്കും കറസ്പോണ്ടിങ് ആയി നമ്മളിവിടെ ഓരോ പോയിൻ്റർ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ശരി. അങ്ങനെ ഫസ്റ്റ് പോയിൻ്ററിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ആദ്യത്തെ പോയിൻ്ററിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ആദ്യത്തെ 4 എലമെൻറ്റുകൾ അടങ്ങുന്ന ഈ ഒരു ചെറിയ സബ് അറേയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് അറേ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? മൊത്തം 4 എലമെൻറ്റുകളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സമ്മറിയും ക്ലസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യണം. ശരി, ആദ്യം നമുക്ക് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യാം. സമ്മറി എന്താ? ഇപ്പോൾ സെലക്ട് ചെയ്ത സബ് അറേയിലെ മിനിമമും മാക്സിമവും നോൺ എം ടി വാല്യൂസും സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്ത സബ് അറേയിൽ നോൺ എം ടി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് 0, കാരണം അതിനകത്ത് 1കളൊന്നുമില്ല. മിനിമം എന്ന് പറഞ്ഞാൽ മിനിമവും മാക്സിമവും -1 ആയിട്ട് എഴുതേണ്ടി വരും. എന്താ കാര്യം? കാരണം അതിനകത്ത് വൺസ് എന്ന് പറയുന്നതേ ഇല്ല. അതുകൊണ്ട് മിനിമം പൊസിഷനും -1, മാക്സിമം പൊസിഷനും -1. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മറി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഫസ്റ്റ്
ഫസ്റ്റ് സബ് അറേയുടെ ക്ലസ്റ്റേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ 4 എലമെൻറ്റുകളുള്ള ഈ ഒരു അറേ നമ്മൾ റൂട്ട് യു സബ് അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ റൂട്ട് യു എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് 4 എലമെൻറ്റ്. ആ 4നെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 എന്നാണ്. സോ 2 എലമെൻറ്റുകൾ വീതമുള്ള 2 അറേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് അറേക്കകത്ത് 0 0 വരും, സെക്കൻഡ് അറേക്കകത്ത് 0 0 വരും. അപ്പം ക്ലസ്റ്റേഴ്സിൽ ഒരാൾ ഈ അറയിലോട്ട് പോയിൻ്റ് ചെയ്യണം, ക്ലസ്റ്റേഴ്സിലെ രണ്ടാമത്തത് ഇതിലോട്ട് പോയിൻ്റ് ചെയ്യണം. മനസ്സിലായോ? ശരി, അപ്പോൾ ക്ലസ്റ്ററിന് 2 പോയിൻ്ററുകൾ വേണം. ഒന്ന് ഫസ്റ്റ് സബ് അറയിലോട്ട് പോയിൻ്റ് ചെയ്യുമ്പോൾ മറ്റേത് സെക്കൻഡ് സബ് അറയിലോട്ട് പോയിൻ്റ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് സബ് അറയിലോട്ട് പോയിൻ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഭാഗമാണ്? ദാണ്ട് ഈ ഭാഗം അല്ലേ? 2 എലമെൻറ്റുകൾ വീതം ഉള്ള ഫസ്റ്റ് പാർട്ടിൽ 0 0 ആയിരുന്നു വരുന്നത്. ഇനി ആ സബ് അറയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മറിയും അതിൻ്റെ ക്ലസ്റ്ററും സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻറ്റയർ അറേക്ക് എത്ര സബ് അറേസ് പോസിബിൾ ആണോ ഓരോ സബ് അറേക്കും അതിൻ്റേതായ സമ്മറിയും ക്ലസ്റ്റർ പോയിൻ്ററുകളും മെയിൻറ്റെയിൻ ചെയ്തൊരു ട്രീ വരയ്ക്കുന്നതിനെയാണ് വാൻ എം ഡേ ബോസ് ട്രീ എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ വളരെ ഫാസ്റ്റായി നമുക്ക് ഇൻസേർഷൻ, ഡിലീഷൻ, അതേപോലെ സെർച്ച്, സക്സസർ ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു. കീപ് വാച്ചിങ് ദ വീഡിയോസ്.